ധ്യാനമെന്ന് പറയുമ്പോൾ ആർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. ഉറങ്ങാൻ ആർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. ഉറങ്ങുന്നത് പോലെയാണ് ധ്യാനമെന്ന് പറയും. ബോധപൂർവമുള്ള ഉറക്കമാണ് ധ്യാനം. അബോധാവസ്ഥയിലുള്ള ധ്യാനമാണ് ഉറക്കം. മനസ്സിൻ്റെ അതീന്ദ്രിയ തലങ്ങളിലൂടെയുള്ള അജ്ഞാത മേഖലകളിലൂടെയുള്ള സഞ്ചാരമാണ് ധ്യാനം. അപ്പോൾ നമ്മൾ ധ്യാന പരിശീലനം ചെയ്യുന്ന ഒരാൾ ആദ്യം മനസ്സിലെ ചിന്തകളെക്കുറിച്ച് വിഷമിക്കേണ്ട, ചിന്തകളെ നിർത്താൻ ശ്രമിക്കേണ്ട. ചിന്തകളെ നിർത്താൻ ശ്രമിച്ചാൽ അത് 10 മടങ്ങ് ശക്തിയായി മടങ്ങി വരും, ബാലിയെപ്പോലെ. അതുകൊണ്ട് ചിന്തകളെയൊക്കെ സാക്ഷിയായിരിക്കുക എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ധ്യാനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്.